പൂർണ്ണചന്ദ്രഗ്രഹണം കാണാനൊരുങ്ങി ലോകം. ഇന്ത്യൻ സമയം രാത്രി 9 മണിയോടെ ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങി. രാത്രി 11 മണിയോടെ ചന്ദ്രൻ പൂർണ്ണമായും മറയ്ക്കപ്പെടും. സലാം മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സലാം, എന്തായിരിക്കും ഇന്നത്തെ കാഴ്ച? ജീന, ഏതാണ്ട് 11:41 കൂടിയായിരിക്കും പൂർണ്ണചന്ദ്രനെ കാണാനാവുക. ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ചുവന്ന നിറത്തിലുള്ള ചന്ദ്രനെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അവസാനമായി 2018 പൂർണ്ണചന്ദ്രനെ കണ്ടത്. ഇന്ന് 8:58 കൂടി തന്നെ ഗ്രഹണം ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3 മണിക്കൂറും 29 മിനിറ്റ് 24 സെക്കൻഡ് ദൈർഘ്യമുള്ള ഗ്രഹണമായിരിക്കും. അതിനിടയിൽ 11:41 കൂടിയായിരിക്കും ചന്ദ്രൻ പൂർണ്ണമായും നമുക്ക് ദർശിക്കാനാവുക. ഏതായാലും ഇത് കാണുന്നതിന് വേണ്ടിയുള്ള ആളുകളൊക്കെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഈ ആസ്ട്രോണമി താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചടങ്ങുകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. കേരള ആസ്ട്രോ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കോട്ടയത്താണ് ഇങ്ങനെ ഈ രീതിയിലുള്ള പൂർണ്ണചന്ദ്രനെ കാണുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങളുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ ചന്ദ്രനെ കാണാം. ഏതാണ്ട് പൂർണ്ണ അവസ്ഥയിൽ എത്തിയിട്ടില്ല. ഒരു പക്ഷേ 11:41 കൂടിയായിരിക്കും എത്തുക. ഈ പ്രധാനമായും ഈ ഗ്രഹണം സംഭവിക്കുമ്പോൾ, അതായത് ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ എത്തുമ്പോഴാണ് ഈ രീതിയിൽ, അല്ലെങ്കിൽ ചന്ദ്രന് ഭൂമിക്കും സൂര്യനും ഇടയിൽ എത്തുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുക. അതിൽ ദൈർഘ്യമുള്ള, അതായത് വേവ് ലെങ്ത് കൂടിയ രശ്മികൾ ഒരു പക്ഷേ ഇതിൽ റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെ പൂർണ്ണചന്ദ്രനെ കാണാനാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ പൂർണ്ണചന്ദ്രനെ കാണാനായി ചില ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. കാണാൻ കഴിഞ്ഞിട്ടില്ല. റെഡ് മൂൺ കാണാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ കാണുന്നത് ഹാഫ് മൂൺ ആണ്. ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും കാണുമെന്ന് പ്രതീക്ഷിക്കാം. എത്ര സമയം വരെ കാത്തു നിൽക്കും? ഏകദേശം 11 മണി വരെ ഇരിക്കുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതുവരെ ഇപ്പോൾ ഹാഫ് മൂൺ ആണ്. ഇനി ഫുൾ മൂൺ എപ്പോഴും ആവുമെന്ന് വരെ ഒരു ഐഡിയ ഇല്ല. താല്പര്യമുള്ള ആളുകളാണല്ലേ? അതെ, ഇത് കാണാനായിട്ട് അപ്പോ അങ്ങനെ ഇരിക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ. 41 കൂടിയായിരിക്കും ഒരു പക്ഷേ പൂർണ്ണചന്ദ്രൻ ആവുക അല്ലേ? 41 ടൈം പറഞ്ഞേ. ഏകദേശം ആ ഒരു ഹാഫ് മൂൺ ആയ സ്ഥിതിക്ക് ചിലപ്പോൾ മേ ബി ഒരു ഫുൾ മൂൺ ആവാൻ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ അത് കണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അങ്ങനെ താല്പര്യ കക്ഷികളായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ തന്നെ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവർ ഫുൾ മൂൺ കണ്ടതിന് ശേഷമായിരിക്കും ഇവിടുന്ന് മടങ്ങി പോകുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ജിന.